ആ ഗൈസ്, ഒരു ട്രെയിലർ റിയാക്ഷൻ ആണ്. സിനിമ കാണാറുണ്ട്, അഭിപ്രായം പറയാറുണ്ട്, പക്ഷെ ട്രെയിലർ റിയാക്ഷൻ ആദ്യമായിട്ടാണ്. എന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് നാളായിട്ട് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന സിനിമയാണ് മോഹൻലാലിന്റെ മലൈക്കോട്ടെ വാലിബൻ. കണ്ടതെല്ലാം പോയി കാണപ്പോകുന്നത് നിജം. ടീച്ചറൊക്കെ വന്നിട്ടുണ്ടായത് അടിപൊളി സാധനമായിരുന്നു. വ്യക്തമായിട്ടൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, വ്യക്തമായിട്ടൊന്നും ഒരു വെട്ട് പറഞ്ഞിട്ടില്ല. ട്രെയിലർ വന്നു, 2 തവണ ഞാൻ കണ്ടു. ഇന്ന് ലാലേട്ടൻ്റെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു, 7:30 ട്രെയിലർ വരും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 7:30 വന്നില്ല. അതിനുശേഷം ലാലേട്ടൻ വീണ്ടും പറഞ്ഞു ഇപ്പോൾ വരും മക്കളെ, ഇപ്പോൾ വരും എന്ന് പറഞ്ഞു. 8 മണിയൊക്കെ ആയപ്പോൾ സാധനം റിലീസായിട്ടുണ്ട്. 2 തവണ കണ്ടു. കൊള്ളാം, അടിപൊളി സാധനം, നൈസാണ്. തിയേറ്ററിൽ ഒരു ഇളക്കം സൃഷ്ടിക്കും എന്നൊക്കെ തോന്നുന്നു. ലാലേട്ടൻ ഇന്ന് മറ്റേ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു, ഇളക്കം സൃഷ്ടിച്ചില്ല എന്നെ ഒന്നും പറയരുതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇന്ന് പ്രസ് മീറ്റൊക്കെ ഉണ്ടായിരുന്നു. ലിജോ ജോസഫിന്റെ ലാലേട്ടനൊക്കെ ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. അവരതിൽ പറയുന്നുണ്ട്, ഇതൊരിക്കലും ഒരു കാലഘട്ടത്തെയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ജോണറിലുള്ള സിനിമയൊന്നും അല്ല, ഒരു ദേശാടനം പോലത്തേക്ക് ഒരു സിനിമയാണ്. നിങ്ങളത് കണ്ടിട്ട് പറ. കാണാനൊക്കെ അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും 25-ാം തീയതി, ജനുവരി 25-ാം തീയതി പടം റിലീസ് വെയിറ്റിംഗ് ആണ്. അപ്പോൾ എന്തായാലും ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയൊരു ആശ്വാസത്തിന് വേണ്ടി ഒരു ട്രെയിലർ കൊണ്ട് തന്നിട്ടുണ്ട്. എല്ലാം കണ്ട് ഫുള്ളായിട്ടൊന്നും വ്യക്തമാക്കുന്നില്ല, എങ്കിലും നമുക്ക് കണ്ടുനോക്കാം. ജയം അതിനേക്കാൾ വലിയൊരു ലഹരിയില്ല. ഞാനും ആ ലഹരിയിൽ മതിമറന്നു. മതിമറന്നാൽ അതിലൊളിഞ്ഞിരിക്കുന്ന ചതി കണ്ടെത്താൻ കഴിയില്ല. ഇന്ന് മാങ്ങോട്ടക്കളരിയുടെ ആയുധം കൊടും ചതിയാണ്. ചതിയുമായി ബന്ധപ്പെട്ട എന്തോ സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഫുൾ കളർഫുൾ ആണ്, അടിപൊളിയാണ് സംഭവം, കൊള്ളാം. ചതി അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ആണെന്ന് തോന്നുന്നു. പണ്ട് ചന്തുവിന്റെ ചതിയുടെ കാര്യമൊക്കെ നമ്മൾ കേട്ടിട്ടല്ലേ, അതേപോലെ എന്തൊരു സെറ്റപ്പ് ആണെന്ന് അറിയില്ല. നോടെ ഒരു പെണ്ണല്ലേ ഷൂട്ട് ചെയ്തത്, കൊള്ളാലോ. കൊള്ളാം, നൈസ്. കരയണം, ചോര വീഴണം, കണ്ണീരും ചോരയും വീണാണ് കടലുണ്ടാകുന്നത്. ആ കടലിന്റെ അടിയിൽ നിന്ന് സൂര്യൻ ഉദിച്ചു വരും. സൂര്യന്റെ തീ ഈ കോട്ട ചാമ്പലാക്കും. നല്ല ക്രൗഡറാട്ടോ, നല്ല നിറയെ ആളുകളുണ്ട്. ഫ്രെയിമിൽ ഫുള്ള് നിറയെ ആളുകളുണ്ട്. അത്യാവശ്യം കളർഫുൾ ആണ് കേട്ടോ. നല്ലതായിട്ട് അവിടെ ഇരിക്കുന്ന ഒരു സംഭവം കണ്ടത്, നല്ല രസമുണ്ട് കാണാൻ. ഇവനാണെന്ന് തോന്നുന്നു. നിറയെ ആളുകളാണ്. മോഹൻലാൽസ് അവതാരം മലൈക്കോട്ടെ വാലിബൻ. പടം എന്തായാലും ജനുവരി 25-ാം തീയതി റിലീസാണ്. ഒരു നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും എന്ന് തോന്നുന്നു. ഞാൻ ഈ സ്പീക്കറൊക്കെ വെച്ചാൽ കറക്റ്റായിട്ട് കേൾക്കാൻ പറ്റില്ല, നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ, നല്ല അടിപൊളിയാണ്, സെറ്റപ്പ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഞാനൊരു ഡൈ ഹാർട്ട് മോഹൻലാൽ ഫാൻ ആയതുകൊണ്ടായിരിക്കും ഇത്രയും എക്സൈറ്റ്മെന്റ്. എന്താണെന്ന് അറിയില്ല, എങ്ങനെയായിരിക്കും പടം എന്നറിയില്ല. പണ്ട് എൻ്റെ ഫോണിലെ വാൾപേപ്പർ ഒരു ലാലേട്ടനായിരുന്നു, അത്രയ്ക്ക് ഭയങ്കര ഫാനായിരുന്നു. എൻ്റെ കസിൻസൊക്കെ എന്നെ കളിയാക്കുമായിരുന്നു. ലാലേട്ടനെ കുറിച്ച് തന്നെ എല്ലാവരും ഞാനോട് ചോദിച്ചാൽ മതി, അവൻ ഭയങ്കര ഇതാകാൻ പറ്റും, കളിയാക്കി പറയുന്ന കേട്ടോ, അല്ലാണ്ട് എനിക്ക് അറിഞ്ഞിട്ടൊന്നും പറയുന്നല്ലോ കേട്ടോ, അവർ കളിയാക്കി പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു ഫാനായിരുന്നു ഞാൻ പുള്ളിക്കാരൻ്റെ. പിന്നെ പുള്ളിയുടെ ഒരിതൊന്നും വരാഞ്ഞിട്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നൊന്നും പുള്ളിയിൽ നിന്ന് കിട്ടാതെ വന്നപ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഒതുങ്ങി. എങ്കിലും നമ്മുടെ ഉള്ളിൽ ലാലേട്ടൻ ഫാൻ എന്നുള്ള ആ ഒരു ഇതുണ്ട്. കട്ട വെയിറ്റിംഗ് ആണ്. മലൈക്കോട്ടെ വാലിബൻ, ലിജോ ജോസ് പല്ലിശ്ശേരി സാർ, നിങ്ങളെല്ലാവരുടെയും ആ ഒരു ടീം വർക്ക് എങ്ങനെയായിരിക്കും, തിയേറ്ററിൽ എന്ത് എക്സ്പീരിയൻസ് ആയിരിക്കും. എന്തായാലും 25-ാം തീയതി പോകണം, കാണണം, എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. ട്രെയിലർ കൊള്ളാല്ലേ, അടിപൊളിയാണ്. പൂർണ്ണമായിട്ടും ഒന്നും വിട്ട് പറഞ്ഞിട്ടില്ല, ഒന്നും കാണിച്ചിട്ടില്ല.
എന്താണ് ആ സിനിമയുടെ ഒരു ഇതെന്നും ശരി ഡീകോഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്, അവരൊക്കെ ചെയ്യുന്നത് നോക്കട്ടെ. അവരുടെയൊക്കെ എന്തിനല്ലേ നമ്മൾ അങ്ങനെയൊക്കെ ചെക്ക് കഴിഞ്ഞ് പോകുന്നത്. പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കാം, പടം പോയി കാണാം. അപ്പം ലുലുവിൽ പോയി കാണണം എന്ന് വിചാരിക്കുന്നു. എവിടെയാണോ ടിക്കറ്റ് കിട്ടുന്നത് അവിടെ പോയി കാണും. ഓക്കെ.